മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ശരീരത്തിൻ്റെ ബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് നമ്മൾ എത്രത്തോളം വരുന്നു, അതിനനുസരിച്ച് നമുക്ക് ആത്മാവിലെ സുഖം, ആത്മാവിലെ ശക്തി നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അതാണ് മെഡിറ്റേഷനിൽ നമുക്ക് ആദ്യം ഉണ്ടാകുന്ന അനുഭവം തന്നെ. അപ്പം അതിനാദ്യം നമുക്ക് ആത്മാവിലെ ഈ സുഖം അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകളെ ആ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. ഏത് തരത്തിലുള്ള ചിന്തകളാണ് നമുക്ക് സുഖം തരുന്നത്? എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ശുദ്ധ വിചാരങ്ങൾ വരണേ, ആ ശുദ്ധവും ശുഭവും ശ്രേഷ്ഠവുമായ വിചാരങ്ങളെ മനസ്സിന് സുഖശാന്തി നൽകുള്ളൂ. അപ്പം അതിന് വിചാരങ്ങളെ ശ്രേഷ്ഠ ചിന്തകളിലേക്ക് അഥവാ വിചാരങ്ങളെ പോസിറ്റീവ് ലെവലിലേക്ക് ചാനലൈസ് ചെയ്യുക, അതാണ് മെഡിറ്റേഷൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഈ ചൈതന്യ ശക്തി, ആത്മാവിലെ അതിസൂക്ഷ്മമായ ചേതന, ഈ ചൈതന്യ ശക്തിയിലാണ് ചിന്തിക്കാനുള്ള കഴിവ്. നമ്മൾ പറയില്ലേ, എൻ്റെ മനസ്സിൽ ഈ വിചാരം വരണോ, ഈ സങ്കല്പം വരണോ, ഈ തോട്ട് എനിക്കിപ്പോൾ ഇങ്ങനെ തോന്നി, ഇങ്ങനെ ചെയ്യണം തോന്നി അല്ലേ. അപ്പം എല്ലാ വിചാരങ്ങളും വിചാരധാര എന്നല്ലേ പറയണേ. അപ്പം വിചാരങ്ങളുടെ ഒരു പ്രവാഹം, ഒരു ഒഴുക്ക്, സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതിൽ നല്ലതും ഉണ്ടാവും, വേണ്ടതും ഉണ്ടാവും, വേണ്ടാത്തതും ഉണ്ടാവും അല്ലേ. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും വേസ്റ്റും എല്ലാ തരത്തിലുള്ള ചിന്തകളുടെ ഒരു സങ്കലനമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിന്തിക്കാനുള്ള നമ്മുടെ ശക്തി, വിചാരശക്തിയുടെ പേരാണ്, ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവിൻ്റെ പേരാണ് മനസ്സ്. അതായത് ചിന്തകൾ എന്ന് പറയുന്നത് ആത്മാവിൽ നടക്കുന്ന ഒരു പ്രക്രിയ, സൂക്ഷ്മമാണ്. അതുകൊണ്ടല്ലേ മനസ്സിനെ നമുക്ക് നമ്മുടെ ഡോക്ടേഴ്സ് ഒരിക്കലും ഈ ശരീരത്തെ ഓപ്പറേറ്റ് ചെയ്ത് ഇതാണ് മനസ്സെന്ന് തന്നെ കാണിച്ചു തന്നിട്ടില്ലല്ലോ. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഫീലിംഗ് ഇല്ലേ, നമുക്ക് മനസ്സുണ്ട്. ഉണ്ടോ? ഫീലിംഗ് ഉണ്ടോ? ഉണ്ട്. കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ വിചാരങ്ങൾ വരുന്നുണ്ട്, സങ്കല്പങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവ് ആത്മാവിലെ കഴിവാണ്. അതായത് ഈ അതിസൂക്ഷ്മമായ ചേതന ആത്മാവിലെ എപ്പോഴാണോ നമ്മുടെ ഉള്ളില് ചിന്തകൾ നടക്കണം, ആ സമയത്ത് ആത്മാവിന്റെ പേരാണ് മനസ്സ്. രണ്ടാമത്, നമ്മുടെ മനസ്സിൽ നല്ലതും കെട്ടതും വേണ്ടുന്നതും വേണ്ടാത്തതും എല്ലാ ചിന്തകളും കടന്നു വരും. അപ്പൊ അതിനെ വേർതിരിക്കാനുള്ള കഴിവ്, ചിന്തിക്കാനുള്ള കഴിവ് മനസ്സ്, നമ്മുടെ ചിന്തകളെ വേർതിരിക്കാനുള്ള കഴിവ്, ആ ചിന്തകളിൽ നിന്ന് നിർണയം എടുക്കാനുള്ള നമ്മുടെ ശക്തി, ഡിസിഷൻ മേക്കിംഗ് പവർ, തീരുമാനം എടുക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റി, അതിൻ്റെ പേരാണ് ബുദ്ധി. ബുദ്ധി അതാണ്, ഇന്റലക്ട് എന്ന് പറയുന്നത് അതിനെയാണ്. തീരുമാനം എടുക്കാനുള്ള നമ്മുടെ കഴിവ്, തിരിച്ചറിയാനുള്ള നമ്മുടെ കഴിവ്, നിർണയ ശക്തി, അതിൻ്റെ പേരാണ് ബുദ്ധി. നമ്മൾ പറയില്ലേ ബുദ്ധിവാൻ, അർത്ഥം എന്താ? ശ്രേഷ്ഠ തീരുമാനം എടുക്കാനുള്ള. ഒരാൾക്ക് ബുദ്ധി ശൂന്യം എന്നപ്പോഴും നമ്മൾ പറയണേ നല്ല ഡിസിഷൻ എടുക്കാൻ കഴിയണില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ ബുദ്ധിയുടെ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ നല്ല തീരുമാനം എടുത്താലേ നല്ല കർമ്മം ഉണ്ടാകുള്ളൂ. നമ്മുടെ തീരുമാനം മോശമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ചുള്ള കർമ്മം നമ്മൾ ചെയ്യും. ഇനി കർമ്മം എങ്ങനെയുള്ളത് നമ്മൾ ചെയ്യുന്നു, ആ കർമ്മത്തിനനുസരിച്ചുള്ള ഫലം നമുക്ക് തന്നെ അനുഭവിക്കേണ്ടി വരും അല്ലേ. ഞാൻ ചെയ്യുന്ന കർമ്മം നല്ലതാണ്, ശ്രേഷ്ഠാണെങ്കിൽ അതിനെനിക്ക് ശ്രേഷ്ഠ ഫലം കിട്ടും. എൻ്റെ കർമ്മത്തിൽ അപാകത ഉണ്ടായെങ്കിൽ അതിൻ്റെ ഫലം എനിക്ക് തന്നെ അനുഭവിക്കേണ്ടി വരും. എങ്ങനെയുള്ള കർമ്മം നമ്മൾ ചെയ്താലും ആ കർമ്മത്തിൻ്റെ ഫലം, ആ കർമ്മം നമ്മൾ കർമ്മേന്ദ്രിയത്തിലൂടെ, ഏത് കർമ്മേന്ദ്രിയത്തിലൂടെ എന്ത് കർമ്മം ചെയ്താലും അതിൻ്റെ അടയാളങ്ങൾ ആത്മാവിലെ പതിയും. അതിനെയാണ് നമ്മൾ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. ശീലം നമ്മൾ പറയില്ലേ, അത് അവരുടെ ശീലമാണ്. അർത്ഥം എന്താണ്? എന്ത് കർമ്മം ചെയ്യുന്നു അത് ആത്മാവിൽ അടയാളങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി എന്തടയാളം ആത്മാവിൽ പതിയുന്നു, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ട് ആത്മാവിൽ പതിയുന്ന അടയാളങ്ങൾക്കനുസരിച്ചാണ് പിന്നെ നമ്മൾ കർമ്മം ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മൾ പറയില്ലേ, അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ വൈകുന്നേരം 5 മണി സമയത്ത് നമ്മളൊരു ചായ കുടിച്ചു, നാളെയും ചായ കിട്ടി, മറ്റന്നാളും കിട്ടി, 4-5 ദിവസം തുടർച്ചയായിട്ട് 5 മണിക്ക് ചായ കുടിച്ചു. 6-ാമത്തെ ദിവസം 5 മണിക്ക് നമുക്ക് ചായ കിട്ടിയില്ല. പക്ഷെ 6-ാമത്തെ ദിവസം 5 മണിക്ക് നമുക്ക് എന്ത് ഫീലിംഗ് വരും, തോന്നൽ വരും? ചായ കിട്ടിയിരുന്നെങ്കിൽ. എന്താ കാരണം? ഈ 5 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ചായ കുടിച്ചത് ഓട്ടോമാറ്റിക്കലി ആ കർമ്മം നമ്മുടെ ഉള്ളിലൊരു ശീലം ഉണ്ടാക്കി. ആ ശീലം ആത്മാവിലത് പതിഞ്ഞു, സംസ്കാരം ഉണ്ടാക്കി. ആ പതിഞ്ഞതാണ് പിന്നെ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കണം. നിങ്ങൾ അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മൾ വീട് തന്നെ പൂട്ടിയതിന് ശേഷം ഡെയിലി ചാവി നമ്മുടെ താക്കോല് കൊണ്ടുപോയി വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു.
ഒരു 5-6 ദിവസം അല്ലെങ്കിൽ ഒരു മാസം നമ്മൾ ആ സ്ഥലത്ത് തന്നെ സ്ഥിരം താക്കോല് കൊണ്ട് ഒരു സ്ഥലത്ത് വെച്ചു. ഒരു മാസത്തിന് ശേഷം നമുക്ക് തോന്നി, ഇങ്ങനെ സ്ഥിരം ഒരു സ്ഥലത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ വല്ല കള്ളന്മാരും എടുത്തിട്ട് പോയാലോ മറ്റുള്ളവരെ കണ്ടാലോ ഒന്ന് സ്ഥലം മാറ്റി വെക്കാം. ഒരു മാസത്തിന് ശേഷം നമ്മൾ സ്ഥലം മാറ്റി വേറൊരു സ്ഥലത്ത് താക്കോല് കൊണ്ടുവച്ചു. പക്ഷെ എന്നാലും നമ്മൾ തിരിച്ചു വന്ന് താക്കോൽ എടുക്കാൻ തപ്പുമ്പോൾ ആദ്യം അറിയാതെ എവിടേക്ക് പോവും? ആദ്യം എവിടെയാണോ നമ്മൾ താക്കോല് വെച്ചിരുന്നത് അവിടേക്ക് നമ്മൾ കൈ പോവും, അറിയാതെ പോവും. അവിടെ പോയതിന് ശേഷം ഞാൻ ഇപ്പൊ ഇവിടെ അല്ലല്ലോ വെക്കണേ, മറ്റേടത്താണല്ലോ എന്ന് പെട്ടെന്ന് നമ്മൾ മാറും. കാരണം എന്താ? ആ ഒരു മാസം നമ്മൾ തുടർച്ചയായിട്ട് വെച്ചപ്പോ സ്ഥലം മാറ്റി, അത് നമുക്കറിയാം. എന്നാലും അത്രയും നാളിൽ ചെയ്ത ആ കർമ്മം, ആ ശീലം ഉണ്ടാക്കി നമ്മുടെ ഉള്ളിൽ. ആത്മാവിൽ അത് പതിയുന്നുണ്ട്. പിന്നെ നമുക്ക് കർമ്മം ചെയ്യുന്നത് എന്താണോ ഇതിൽ പതിഞ്ഞ്, ആ പതിഞ്ഞതിനനുസരിച്ച് പിന്നെ നമുക്ക് തോന്നല് വന്നുകൊണ്ടിരിക്കും. അതേപോലെ കർമ്മം ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇത് 3 ആത്മാവിൽ നടക്കുന്ന 3 സൂക്ഷ്മ പ്രവർത്തനങ്ങളാണ്. ചിന്തിക്കാനുള്ള കഴിവ്, തീരുമാനം എടുക്കാനുള്ള കഴിവ്, അതേപോലെ നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുന്നോ ആ ചെയ്യുന്ന കർമ്മങ്ങളുടെ എല്ലാം അടയാളങ്ങൾ ഉണ്ടാകുന്നതും ആത്മാവില് തന്നെയാണ്. അപ്പോൾ ഇത് 3 മനസ്സ്, ചിന്തിക്കാനുള്ള കഴിവിന്റെ പേരാണ് മനസ്സ്, തീരുമാനം എടുക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത്. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നോ അത് നമ്മൾ ആത്മാവില് അടയാളങ്ങൾ ഒന്നിനു മേലെ ഒന്നായിട്ട് ലെയേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അടയാളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ ഇംപ്രിൻസിനെ അടയാളങ്ങൾക്ക് പറയുന്നതാണ് നമ്മുടെ സ്വഭാവം, അല്ലെങ്കിൽ സംസ്കാരം, അല്ലെങ്കിൽ ശീലം, ഹാബിറ്റ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ശരീരത്തിലെ കൈ വേറെ, കാല് വേറെ, അതേപോലെ ആത്മാവില് മനസ്സിത്, ബുദ്ധി ഇത്, സംസ്കാരം ഇതൊന്നും നമുക്ക് വേറെ വേറെ മാറ്റാൻ പറ്റില്ല. കാരണം ആത്മാവെന്ന് പറയുന്നത് അതിസൂക്ഷ്മമാണ്. എപ്പോഴാണോ നമ്മുടെ ഉള്ളില് ആത്മാവില് ചിന്ത നടക്കണം, ആ സമയത്ത് ആത്മാവിന്റെ പേരാണ് മനസ്സ്. തീരുമാനം എടുക്കുന്ന സമയത്ത് ആത്മാവിന്റെ തന്നെ പേരാണ് ബുദ്ധി. നമ്മുടെ ഉള്ളില് സംസ്കാരം, റെക്കോർഡിങ്സ് ഉണ്ടാകുക, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികള്, ശീലങ്ങൾ ഉണ്ടാക്കുക, പതിയ ആത്മാവിലെ ശീലങ്ങള് പതിക്കുന്നതിന്റെ പേരാണ് സംസ്കാരം. അങ്ങനെ മനസ്സും ബുദ്ധിയും സംസ്കാരം ഇത് 3 ചേർന്ന് ഉള്ള സൂക്ഷ്മ പ്രവർത്തനമാണ്. ഈ 3 രീതിയിൽ കൂടിയാണ് ആത്മാവ് പ്രവർത്തിക്കണേ. ആ 3 തരത്തിലുള്ള പ്രവർത്തനം പുറമെ കാണിക്കുന്നത് കർമ്മേന്ദ്രിയങ്ങളിലൂടെയാണ്. കാരണം ആത്മാ സൂക്ഷ്മമാണല്ലോ. അപ്പൊ ഈ സൂക്ഷ്മ ഡ്രൈവർ ഇതിനുള്ളിലിരുന്ന് മനസ്സും ബുദ്ധിയും സംസ്കാരത്തിലൂടെയും ആത്മാവിൽ നിന്നുണ്ടാകുന്ന ആ ആജ്ഞകളെ, പ്രേരണകളെ, സങ്കല്പങ്ങളെയാണ് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. നമുക്ക് തോന്നും കൈയൊക്കെ ചെയ്യുന്നു, കാല് ചെയ്യുന്നു. പക്ഷെ ഈ കൈക്കും കാലിനും കണ്ണിനും എല്ലാം ചെയ്യാനുള്ള ഓർഡർ കൊടുക്കുന്നത്, ആജ്ഞ കൊടുക്കുന്നത് ആത്മാവാണ്. അതിസൂക്ഷ്മ പ്രക്രിയയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ അതിസൂക്ഷ്മ ചൈതന്യ ശക്തി മനസ്സും ബുദ്ധിയും സംസ്കാരവും ഉപയോഗിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിലെ കർമ്മങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല കർമ്മങ്ങളും നമുക്കറിയാം. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ വന്നാലും ചിലപ്പോൾ മോശചിന്തകൾ വരും, ചിലപ്പോൾ വേണ്ടാത്ത ചിന്തകൾ വരും. പക്ഷെ ബുദ്ധി മോശമായ തീരുമാനങ്ങളാണ് എടുക്കണേ. ബുദ്ധിക്ക് ശക്തി കുറവാണെങ്കിൽ, വീക്കാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ആത്മാവ് വീക്കാണെങ്കിൽ, നമ്മുടെ തീരുമാനങ്ങൾ വീക്കായിട്ടുള്ളതാണെങ്കിൽ കർമ്മം അതിനനുസരിച്ചിരിക്കും. അപ്പൊ അപ്പോഴാണ് നമ്മുടെ തന്നെ മോശമായ കർമ്മങ്ങള്, വികർമ്മങ്ങള്, പാപകർമ്മങ്ങള്, അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ദുഃഖവും അശാന്തിയും ദുരിതങ്ങളും ടെൻഷനും അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നമ്മുടെ കർമ്മത്തിലെ ശ്രേഷ്ഠത കൊണ്ടുവരണമെങ്കിൽ ബുദ്ധിക്ക് ശക്തി വേണം, മനസ്സിന് ക്ലാരിറ്റി വേണം. അപ്പോഴേ ശ്രേഷ്ഠ തീരുമാനം എടുക്കാനും ശ്രേഷ്ഠ കർമ്മത്തിലേക്ക് പോകാനും പറ്റും. അപ്പൊ ബുദ്ധിക്ക് ശക്തി കിട്ടണമെങ്കിൽ, മനസ്സിന് ക്ലാരിറ്റി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സ് പീസ്ഫുൾ ആകണം. ശാന്തമായ മനസ്സിന് മാത്രമേ ക്ലാരിറ്റി ഉണ്ടാകുള്ളൂ. ഇപ്പൊ ശുദ്ധജലത്തിൽ എന്തുണ്ടെങ്കിലും നമുക്ക് അടുത്തട്ട് വരെ കാണാം. അതേസമയം വെള്ളം കലങ്ങിയതാണെങ്കിലോ നമുക്ക് കാണാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന്. അതേപോലെ നമ്മുടെ മനസ്സിലെ ചിന്തകൾ കൊണ്ട് രാവിലെ മുതൽ വൈകുന്നവരെ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മുടെ മൈൻഡ് പീസ്ഫുൾ ആകാതെ ഇപ്രകാരം ടു മച്ച് തിങ്കിങ്, ടോക്കിംഗ്, ഇങ്ങനെയുള്ള അലച്ചിലുകളിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ സങ്കല്പങ്ങൾ വരുന്നുവെങ്കിലും ഈ വിചാരങ്ങളിൽ നമുക്കൊരു വ്യക്തതയില്ലാതെ, ബുദ്ധിക്ക് ഒരു ശക്തിയില്ലാതെ ശ്രേഷ്ഠ തീരുമാനങ്ങളിലേക്ക് പോകാനോ ശ്രേഷ്ഠ കർമ്മം ചെയ്യാനോ പറ്റില്ല. രാജയോഗ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കുന്നത് ആ വഴിയിലാണ്. അതായത് മനസ്സിനെ പീസ്ഫുൾ ആക്കാൻ, ബുദ്ധിയെ ശക്തിശാലിയാക്കാൻ, അതിലൂടെ കർമ്മ ശ്രേഷ്ഠാക്കാൻ, ശ്രേഷ്ഠ കർമ്മത്തിലൂടെ ശ്രേഷ്ഠ സംസ്കാരം വാർത്തെടുക്കുക. ഈ രീതിയിലാണ് മെഡിറ്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അതിന് മനസ്സിനെ എങ്ങനെ ശാന്താക്കും, അല്ലെ ബുദ്ധി എങ്ങനെ പവർഫുൾ ആക്കും, അതിന് മെഡിറ്റേഷൻ നമ്മളെ എങ്ങനെ സഹായിക്കും. എന്തുകൊണ്ടെന്നാൽ ആത്മാവ്
ആത്മാവെന്ന് പറയുന്ന ഈ ചേതന, ഈ അതിസൂക്ഷ്മ ചൈതന്യത്തിലുള്ളത്, ആത്മാവിലുള്ളത് 7 ഗുണങ്ങളാണ്. ഈ അതിസൂക്ഷ്മ ചൈതന്യ ശക്തിയിലുള്ളത് ഈ അടിസ്ഥാനപരമായ കോർ വാല്യൂസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ നോക്കൂ, വൈറ്റ് ലൈറ്റ്. ഈ വൈറ്റ് ലൈറ്റിൽ നമ്മൾ സയൻസ് പഠിപ്പിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ കാണുമ്പോൾ വെളുത്ത പ്രകാശ, പക്ഷെ ഈ വെളുത്ത പ്രകാശത്തിനുള്ളിൽ 7 നിറങ്ങളുണ്ട് എന്ന് കണ്ടെത്തി സയൻസ് വളർന്നിട്ട്, അല്ലേ? എപ്പോഴാണോ വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിൽ കൂടി നമ്മൾ കടത്തി വിടുന്നത്, അപ്പോൾ പുറത്ത് 7 നിറങ്ങൾ വിബ്ജിയറായിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലേ? അതിന്റെ അർത്ഥം എന്താ? ഈ 7 നിറങ്ങളുടെ കോമ്പിനേഷനാണ് വെളുത്ത പ്രകാശം. അതേപോലെ ആത്മാവെന്ന് പറയുന്ന അതിസൂക്ഷ്മമായ ഒരു ചേതനയാണ്, അതിസൂക്ഷ്മമായ മിന്നാമിനുങ്ങ് പോലെ ഒരു വെളുത്ത പ്രകാശമാണ്. പക്ഷെ ഇത്ര അതിസൂക്ഷ്മമായ ആത്മാവിന്റെ ഉള്ളില് ഈ സച്ചിത് അനന്ത സ്വരൂപം എന്ന ആത്മാവിനെ പറയാൻ കാരണം, ആത്മാവ് സത്യമാണ്, ആത്മാവ് ചൈതന്യമാണ്, ആത്മാവ് ആനന്ദ സ്വരൂപമാണ്. ആത്മാവിലുള്ളത് അതാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ ഈ 7 ഗുണങ്ങൾ ചേരുന്നതാണ്. 7 ഗുണങ്ങൾ അർത്ഥം ശാന്തി, സുഖം, സ്നേഹം, ആനന്ദം, ശക്തി, അറിവ്, പവിത്രത അഥവാ ശുദ്ധി. ഈ 7 ഗുണങ്ങളുടെ കോമ്പിനേഷൻ എന്തോ അതിന്റെ പേരാണ് ആത്മാവ്. സ്നേഹം ഇത്, ശാന്തി ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റി കാണിക്കാൻ പറ്റുമോ? അല്ല, സ്നേഹവും ശാന്തിയും ശക്തിയും അറിവും. ഇപ്പൊ എൻ്റെ ഉള്ളിൽ ശാന്തി ഉണ്ട്, എങ്ങനെ അറിയാം? എൻ്റെ കർമ്മത്തിലൂടെ അറിയാം, അല്ലേ? എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, എൻ്റെ പെരുമാറ്റത്തിലൂടെ അറിയാം. എൻ്റെ ഉള്ളിൽ പവർ ഉണ്ട്, അതെൻ്റെ കർമ്മങ്ങളിൽ പ്രതിഫലിക്കും. അപ്പൊ ഈ ഗുണങ്ങള്, നമ്മൾ ആത്മാവിലെ ഗുണങ്ങളാണ് നമ്മുടെ കർമ്മങ്ങളിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ ഈ 7 ഗുണങ്ങളിൽ ഏതിന്റെ അഭാവമാണോ അത് അവഗുണങ്ങളുടെ രൂപത്തിൽ നമ്മുടെ കർമ്മത്തിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മെഡിറ്റേഷനിൽ നമ്മൾ ഈ ബേസിക് അവയർനെസ്, നമ്മൾ ആത്മാവിലെ ഈ കോർ വാല്യൂസ്, ആത്മാവിന്റെ ഉള്ളിലുള്ള 7 ഗുണങ്ങള് ഫീൽ ചെയ്യുക, അനുഭവം ചെയ്യുക. ഞാൻ ആത്മാവാണ്, അത് ആദ്യത്തെ തിരിച്ചറിവ്. രണ്ടാമത്തെ തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത്, ആത്മാവായ ഞാൻ ശാന്ത സ്വരൂപമാണ്. ശാന്തിയാണ് എൻ്റെ ശക്തി, സ്നേഹമാണ് എൻ്റെ ശക്തി. അതായത് ഞാൻ ശാന്ത സ്വരൂപ ആത്മാവാണ്. ആ ബോധത്തിലേക്ക് നമ്മൾ തിരിച്ചു വരിക. ഞാൻ സ്നേഹസ്വരൂപ ആത്മാവാണ്. എൻ്റെ ഉള്ളിലുള്ളത് സ്നേഹ, കാരണം ആത്മാവെന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ആത്മാവിലുള്ളത് ശക്തിയാണ്. ആത്മാവ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആനന്ദത്താലാണ്, സുഖത്താലാണ്, പ്യൂരിറ്റിയില്, പവിത്രതയാലാണ്, പരിശുദ്ധിയാലാണ്. ആത്മാവിലുള്ളത് അറിവാണ്, ജ്ഞാനമാണ്. ജ്ഞാനത്തിന്റെ സ്റ്റോറേജ് ആത്മാവാണ്. അപ്പൊ ഈ 7 ഗുണങ്ങൾ ചേർന്നത് എന്തോ അതാണ് ഞാൻ. ഈ ഒരു അവയർനെസ് ആണ് നമുക്ക് വരേണ്ടത്. അതുകൊണ്ടാണ് പണ്ടേ മഹാന്മാര് പറഞ്ഞിരുന്നത്, ശാന്തിക്ക് നിങ്ങൾ പുറത്തല്ലേണ്ട, ഉള്ളിലേക്ക് നോക്കൂ. ഉള്ളിലേക്ക് നോക്കുക അർത്ഥം എവിടേക്ക് നോക്കണം? ആത്മാവിലേക്ക്. ഈ ശരീരബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് വരണം. അതിനെയാണ് ഉള്ളിലേക്ക് നോക്കൂ പറഞ്ഞത്. അതായത് ശരീരബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് വരാൻ ശരീരത്തിന്റെ ചിന്തകളിൽ നിന്ന് ആത്മചിന്തനം വരണം. ആത്മചിന്തനത്തിലൂടെ മാത്രമേ ആത്മബോധം വരൂ. ആത്മബോധത്തിലിരിക്കുമ്പോഴേ പിന്നെ നമുക്ക് ആത്മാവിന്റെ ഉള്ളില് ശാന്തിയും സുഖവും സ്നേഹവും സന്തോഷവും എല്ലാം കണ്ടെത്താൻ കഴിയും. അതാണ് മെഡിറ്റേഷനിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ശാന്തിയുടെ അനുഭവം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ ശാന്തസ്വരൂപമാണ്, ആത്മാവ് ശാന്തമാണ്, നമുക്ക് അനുഭവിക്കാൻ മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമുക്ക് ദേഷ്യം വരും, എത്ര സമയം ദേഷ്യപ്പെട്ടിരിക്കും? കുറച്ച് സമയം, അല്ലേ? കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ദേഷ്യം ഓട്ടോമാറ്റിക്കലി മാറും. 5 മിനിറ്റ് 10 മിനിറ്റ് ദേഷ്യപ്പെടുന്നുണ്ടാവും. പക്ഷെ ദേഷ്യം വരുന്നതിന് മുമ്പ് കാമാൻ ക്വയറ്റ. ദേഷ്യം വന്ന് പോയി കഴിഞ്ഞാലും നമ്മളെല്ലാവരും കാമാൻ ക്വയറ്റ. അപ്പൊ ആ ദേഷ്യം എന്ന് പറയുന്ന 5 മിനിറ്റിന്റെ കാര്യം മാത്രമാണ്, അല്ലേ? അപ്പൊ കൂടുതൽ സമയം നമുക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റണേ? ശാന്തമായിട്ടാണ്, അല്ലേ? അപ്പൊ ആ ശാന്തിയാണ് നമ്മുടെ സ്വധർമ്മം. സ്നേഹമായിട്ട് എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം. പക്ഷെ വെറുപ്പോടെ നമുക്ക് അധിക സമയം ഇരിക്കാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. ആ വെറുപ്പ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യും, അല്ലേ? സന്തോഷത്തോടെ എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം. പക്ഷെ ദുഃഖത്തോടെ നമുക്ക് അധിക സമയം ഇരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? സന്തോഷം അല്ലെങ്കിൽ സുഖം, അതാണ് നമ്മുടെ നാച്ചുറൽ നേച്ചർ. നാച്ചുറൽ നേച്ചർ ഓഫ് ദ സോൾ എന്ന് പറയുന്നത് പീസ്, ലവ്, പ്യൂരിറ്റി, സുഖം, ശാന്തി, സന്തോഷം, ആനന്ദം, ഈ ഗുണങ്ങളാണ്. അപ്പൊ മെഡിറ്റേഷനിൽ നമ്മൾ ഈ ഗുണങ്ങളുടെ അനുഭവം നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ജ്ഞാനം കൊണ്ട് നമ്മൾ
മനസ്സിലാക്കുക, വിവേകത്തിലേക്ക് വരിക. രണ്ടാമത്തെ മെഡിറ്റേഷനിലൂടെ നമുക്ക് ഈ ഗുണങ്ങളുടെ അനുഭവം ചെയ്യാം. അപ്പോൾ കുറച്ച് സമയം നമുക്ക് മെഡിറ്റേഷൻ്റെ അനുഭൂതി ചെയ്യാം. അതിനുവേണ്ടി ബേസിക്കായിട്ട് നമ്മൾ എന്താണോ എന്ന് മനസ്സിലാക്കി ഈ ആദ്യ പാഠം, ഞാൻ ആരാണ്? ഞാൻ ആത്മാവാണ്. രണ്ടാമത്തത്, ഞാൻ എങ്ങനെയുള്ള ആത്മാവാണ്? ഞാൻ ശാന്തസ്വരൂപമാണ്, ഞാൻ സ്നേഹസ്വരൂപമാണ്, ശക്തി സ്വരൂപമാണ്. നമ്മളുടെ ബേസിക് ക്വാളിറ്റീസ്, നമ്മളുടെ ഓരോരുത്തരുടെ ഇന്നറിലെ, നമ്മുടെ ആന്തരിക ലോകത്തില്, ആത്മലോകത്തില്, ആത്മാവിനുള്ളിലുള്ളത് ഈ ഗുണങ്ങളാണ്, ശക്തികളാണ്. അതുകൊണ്ട് നമ്മൾ നമ്മെ അറിയുക, നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിയുക, ആ ഗുണങ്ങളുടെ ശക്തികളുടെ അനുഭൂതി ചെയ്യുക. അതാണ് മെഡിറ്റേഷൻ. അപ്പം നമുക്ക് കുറച്ച് സമയം വിശേഷിച്ച് മെഡിറ്റേഷൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും എവിടെയാണോ ഇരിക്കണേ അവിടെ നിവർന്നിരിക്കുക. വളരെ സ്വസ്ഥമായിട്ട് ഫ്രീ ആയിട്ടിരിക്കുക, അലർട്ടായിട്ടിരിക്കുക. അതാണ് മെഡിറ്റേഷൻ. ബാക്കി ചുറ്റുപാടും കേൾക്കുന്ന ശബ്ദങ്ങൾ, ദൃശ്യങ്ങൾ, ഇതിൽ നിന്നെല്ലാം വേറിട്ട് കുറച്ച് സമയത്തേക്ക് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക്, അന്തരാത്മാവിലേക്ക് ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്, ഒരു മാനസികമായ ശാരീരികമായ തയ്യാറെടുപ്പ് ആവശ്യമുണ്ട്. അതിനുവേണ്ടി ശാരീരികമായിട്ട് ഫ്രീ ആയിരിക്കുക, വളരെ റിലാക്സ് ആയിട്ടിരിക്കുക. അതിനുശേഷം മനസ്സുകൊണ്ടുള്ള യാത്രയാണ് മെഡിറ്റേഷൻ. അതിനു വേണ്ടിയിട്ട് മനസ്സുകൊണ്ടുള്ള യാത്രയ്ക്ക് കുറച്ച് ശ്രേഷ്ഠ വിചാരങ്ങൾ പറയാം. ആ വിചാരങ്ങൾക്കൊപ്പം മനസ്സുകൊണ്ട് യാത്ര ചെയ്യുക. വായ്കൊണ്ടൊന്നും ഉരുവിടണമെന്നില്ല. നിങ്ങളിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഈ ശ്രേഷ്ഠ വിചാരങ്ങളിലൂടെ മനസ്സിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ആ ശ്രേഷ്ഠ സങ്കല്പങ്ങൾ നമുക്ക് ദിവ്യമായ അനുഭൂതി അവശ്യം പ്രദാനം ചെയ്യും. ഓം ശാന്തി. ഞാൻ എന്നിലേക്ക് എൻ്റെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുകയാണ്. എൻ്റെ മനസ്സിലേക്ക് തിരിഞ്ഞു നോക്കുന്ന എനിക്ക് മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളുടെ തിരമാലകളെ തിരിച്ചറിയാൻ കഴിയുന്നു. എൻ്റെ മനസ്സൊരു കടല് പോലെ ചിന്തകളാൽ പ്രക്ഷുബ്ധമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തെല്ലാം വിചാരവികാരങ്ങൾ, ഓർമ്മകൾ, സ്മൃതികൾ, കഴിഞ്ഞുപോയതും ചെയ്യാൻ പോകുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ അനേക കാര്യങ്ങളുടെ വിചാരങ്ങൾ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. കടലിൻ്റെ മുകൾ പരപ്പ് തിരമാലകളാൽ പ്രക്ഷുബ്ധമാണെങ്കിലും അടിത്തട്ട് വളരെ വളരെ ശാന്തമാണ്. അതുപോലെ എൻ്റെ മനസ്സിൻ്റെ അഗാധ തലങ്ങൾ അതീവ ശാന്തമാണെന്ന് ആത്മീയ ജ്ഞാനത്തിലൂടെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു.
ഞാനിപ്പോൾ വളരെ വളരെ സ്വസ്ഥമായിരിക്കുകയാണ്. എൻ്റെ ശരീരം, കൈകാലുകൾ, ശരീരത്തിലെ ഓരോരോ അംഗങ്ങളും വളരെ സ്വസ്ഥമാണ്. ഞാൻ എന്നെ കണ്ടെത്തുകയാണ്. പഞ്ചതത്വ നിർമ്മിതമാണ് ഈ ശരീരം. ഇത് മണ്ണാണ്, മണ്ണോട് ചേരുകയും ചെയ്യും. നശ്വരമായ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ചേതന അനശ്വരമായ ആത്മീയ ഊർജമാണ്. ഈ ശരീരമാകുന്ന കാറിനെ നിയന്ത്രിക്കുന്ന ഡ്രൈവർ ആത്മാവാണ്. ഞാൻ ഉണരുകയാണ്. ഇരുപുരികങ്ങൾക്ക് മധ്യേ നെറ്റിത്തടത്തിനുള്ളിൽ പ്രകാശിക്കുന്ന നക്ഷത്രം പോലെ തിളങ്ങുന്ന അതിസൂക്ഷ്മമായ ജ്യോതിർബിന്ദു സ്വരൂപം, എൻ്റെ സത്യസ്വരൂപം മനസ്സാകുന്ന കണ്ണിൽ ഞാൻ കാണുകയാണ്. കണ്ണാടിയിൽ കാണുന്ന ഈ മുഖമോ ശരീരമോ അല്ല എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന തിരിച്ചറിവ്, ഉണർവ് എനിക്കുണ്ട്. ഞാൻ എൻ്റെ സച്ചിത് ആനന്ദ സ്വരൂപം സൂക്ഷ്മമായ വെളുത്ത പ്രകാശകണം, ഭാരരഹിതമായ എൻ്റെ സുന്ദര രൂപത്തെ ഞാൻ ദർശിക്കുന്നു. ശാന്തസ്വരൂപമായ പ്രകാശകണമാണ് ഞാൻ. ഈ കണ്ണുകളിലൂടെ കാണുന്നത് ഞാൻ ആത്മാവാണ്. ചെവികളിലൂടെ കേൾക്കുന്നതും വായിൽ കൂടി സംസാരിക്കുന്നതും ആത്മീയ ഊർജമായ ഞാൻ തന്നെയാണ്. ഞാൻ വേറെ, എൻ്റെ ശരീരം വേറെ. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. എൻ്റെ മനസ്സിപ്പോൾ വളരെ വളരെ ഭാരരഹിതമാണ്. ഞാൻ
ശാന്തമായ ചൈതന്യ ശക്തിയാണ്. ഈ ശരീരം ഭൂമിയാകുന്ന നാടകശാലയിൽ നാടകം കളിക്കാൻ വേണ്ടി എനിക്ക് കിട്ടിയ വസ്ത്രം മാത്രമാണ്. സ്ത്രീയുടെയും പുരുഷൻ്റെയും ശരീരം മാറി മാറി പാർട്ട് അഭിനയിക്കുന്നത് അഭിനേതാവായ ഞാൻ ആത്മാവാകുന്നു. ശരീരത്തിലൂടെ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതും കർമ്മഫലമായ സുഖവും ദുഃഖവും അനുഭവിക്കുന്നതും ഞാൻ തന്നെയാണ്. ഞാൻ അനശ്വരമാണ്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഊർജമാണ് ഞാൻ. പ്രണവമന്ത്ര ധ്വനി മുഴങ്ങി പ്രശാന്തരമണി കഥകളിയാടി. പ്രണവമന്ത്ര ധ്വനി മുഴങ്ങി പ്രശാന്തരമണി കഥകളിയാടി. പ്രക്ഷുബ്ധമാനസം തെളിഞ്ഞു പരമപിതാവിൻ സ്മരണ